വെൽക്കം ടു താടിയുംപോട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് കിടന്ന് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ പുതിയൊരു അവതാരം കൂടി വന്നിട്ടുണ്ട്, നടി റോഷനയുടെ വെളിപ്പെടുത്തല്. അപ്പൊ ഈ നടി റോഷന എനിക്ക് പുള്ളിക്കാരിനെ വലിയ പരിചയമൊന്നുമില്ല. അത് പോട്ടെ, എന്തായാലും എന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. പുള്ളിക്കാരിനെ അറിയണ ആരെങ്കിലും ഉണ്ടാവും, എനിക്ക് പരിചയമില്ല. പക്ഷെ എന്തായാലും ഇങ്ങനൊരു നടി ഉണ്ടെന്ന് ഈ KSRTC ഡ്രൈവറും ഈ പ്രശ്നമൊക്കെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റി. അതന്നെ വലിയൊരു കാര്യം. ഇനി ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മെച്ചൊക്കെ കാണും, ഇനി നല്ല പ്രൊജക്റ്റ് ഒക്കെ വരുമായിരിക്കാം. എന്തായാലും അവരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട്, അപ്പൊ എനിക്ക് ട്രോളുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രോള് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. തീർന്നില്ല, ഈ ട്രോളില് അവര് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ KSRTC ഡ്രൈവറുടെ കയ്യിൽ നിന്ന് മേയർക്ക് ഉണ്ടായ പോലത്തെ അനുഭവം 1 വർഷം മുന്നേ ഈ നടി റോഷനയ്ക്കും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ അതാണ് ഈ വെളിപ്പെടുത്തല്. അപ്പൊ അതിന്റെ ഒരു ട്രോളാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടോക്കാം. ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം ചർച്ചയാകുന്നതിനിടെ പുതിയ വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആർ റോയ്. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടതിന് സമാനമായ അനുഭവം മാസങ്ങൾക്ക് മുൻപേ ഇതേ ഡ്രൈവറായ യദുവിൽ നിന്ന് തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് റോഷ്ന. അതെപ്പോ അഴകെ ഉണ്ട് ആണോ എന്നാ കണ്ടിന്യൂ. ഇപ്പൊ ഉണ്ടായൊരു വിഷയമല്ല ഇത്. അല്ല എന്നാപ്പത് സംഭവം. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഇദ്ദേഹമാണല്ലോ എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്തത്. കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് റോഷൻ 1 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതെ, ആ 1 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ മോശമായി പെരുമാറിയ ഒരാളുടെ മുഖം 1 വർഷം കഴിഞ്ഞ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അത് കൃത്യമായിട്ടും എങ്ങനെ ഊഹിച്ചെടുത്തു? ഇവനെ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത്ര മോശമായിട്ടാണ് അയാൾ ബിഹേവ് ചെയ്തത്. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയാടാ, തിരുപ്പതിയായി. അയാൾക്ക് ചിലപ്പോ അത് ഓർമ്മ കാണണം എന്നില്ല സാർ. സാറേ, ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഉമ്മാരെ കണ്ടിട്ടില്ല. റോഷ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ ഇത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ആംബുലൻസ് ഒക്കെ കേറി പാഞ്ഞു പോകുന്നത് പോലെയാണ് ആ വണ്ടി പോയിരുന്നത്. എന്താണ് ഞാൻ തലയും കുത്തി വെക്കണ? സോ എന്റെ വണ്ടിക്ക് തട്ടിയോ എന്നുള്ളത് എനിക്ക് തന്നെ പേടിയായി പോയി. ഞാൻ അതുകൊണ്ട് അവിടെ വണ്ടി നിർത്തുകയാണ് ചെയ്തത് അവർക്ക് പോവാൻ വേണ്ടിട്ട്. ആണോ? ഭയങ്കര. അവരുടെ ബസ്സിൽ ഇരുന്ന 2-3 യാത്രക്കാര് തലയിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, കാരണം എന്റെ വണ്ടി തട്ടിയോ എന്നറിയാൻ വേണ്ടിട്ട്. എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. ഈ 30-ാം തീയതി തുടങ്ങിയല്ലേ, ഇത്രയും ദിവസം അവരെവിടെയായിരുന്നു? എന്താ ഉറക്കം വരുന്നു. ബസ്സിന്റെ ആ ഫോട്ടോ കാണുമ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലാവും ബസ് ഒരു ഇടത് സൈഡ് ഒതുക്കിയിട്ടേക്കണം. ബസ്സിന്റെ അകത്ത് യാത്രക്കാരൊന്നും ഞാൻ കാണുന്നില്ല. ഏതോ ബസ് കംപ്ലൈന്റ് ആയിട്ട് ഒതുക്കിയിട്ടേക്കുന്നതിന്റെ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് ഇതാണ് ബസ്, ഇതാണ് ഇത് വന്നു പോയ ബസ്. ഇവരൊക്കെ ഇത്രയും സപ്പോർട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ഞാൻ അതേ ബസ് കൊണ്ടുപോയെന്ന് തെളിയിക്കാൻ വലിയ പാടുണ്ടോ? പാടൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് 2 പേർക്ക് മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടപടി ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ ഇത് കോടതിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പോട്ടെ ഗൈസ്. അപ്പോ നമ്മുടെ ഡ്രൈവർ യദു ചോദിച്ച പോലെ ഇത്രയും നാള് ഇത്രയും ദിവസം 30-ാം തീയതി തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഇത്. ഇത്രയും നാളായിട്ടും ഈ നടി എവിടെയായിരുന്നു? ഫോട്ടോ ഇത്രയും നാളൊക്കെ ഇതിലുണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് എവിടെയായിരുന്നു? തിരിച്ചറിഞ്ഞില്ല. ഈ 1 വർഷത്തോളം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് മറച്ചു വെച്ചത്. പുള്ളിക്കാരത്തേക്ക് ഈ പടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ട് ഡല്ലായിട്ട് ഇരിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ട്രെൻഡിങ് വൈറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു നടി ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയുള്ളൂ. ആരെങ്കിലൊക്കെ ഇനി എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ കൊടുക്കുകയായിരിക്കും. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ആയിരിക്കാം പറയാൻ പാടില്ല. അപ്പൊ ഇനി അടുത്ത ടെസ്റ്റ് എന്താണെങ്കിൽ, ഇത് പുള്ളിക്കാരിയുടെ ആ അപ്രത്യക്ഷമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നപ്പോ ഇപ്പൊ പുള്ളിക്കാരി ഈ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. ഇനിയിപ്പോ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അതിന് കാരണം പുള്ളിക്കാരി പറയുന്നതാണ് അതിനേക്കാളും തമാശ. അത് നമ്മളൊന്ന് കണ്ടു വെക്കണം. കാരണം പുള്ളിക്കാരി ഈ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന KSRTC ഡ്രൈവർ യദു ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും.
അവൾക്ക് റോഷനയ്ക്ക് സഹിക്കില്ല. അയാളുടെ ജോലി പോവരുത്, അയാൾ ജോലി ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ നിലപാടുകളിൽ നിന്നെല്ലാം മാറി ഈ കേസിനും ഇതിന്റെ പുറകെ ഒന്നും പോവാതെ ഒന്നിനുമില്ലേ എന്ന് പറഞ്ഞിപ്പോ നിൽക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ട്രോള് കുടുങ്ങും എന്ന് ഏകദേശമൊക്കെ മനസ്സിലായിപ്പോ, താൻ പറയണത് ഇല്ല എന്തൊക്കെയോ ഇതുണ്ട്, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആവും മനസ്സിലായിപ്പോ ഒരു പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടതായിരിക്കാം, അറിയില്ല. എന്തായാലും അതിനെയും ട്രോളി നമ്മുടെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടോക്കാം. നടപടിയുമായി മുന്നോട്ട് പോയി KSRTC ഡ്രൈവർ യദുവിനെ വീട്ടിലിരുത്താൻ താല്പര്യമില്ല എന്ന് നടി റോഷ്ന ആൻഡ്രോയ്. സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ല. ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം. ഈ പരാതിയായിട്ട് റോഷ്ന മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ. എന്ത് എങ്ങനെ? ഞാൻ അന്നും കേസ് കൊടുത്തിട്ടില്ല, ഇന്നും ഞാൻ കേസായിട്ട് പോയിട്ടില്ല. എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം FB പോസ്റ്റിലൂടെ ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് പിന്നെ എങ്ങനെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇനി കൊടുക്കുന്നുണ്ടോ അതോ കൊടുത്തോ എന്താണ്? ഇല്ല, റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അതെന്താ? പക്ഷെ അദ്ദേഹം ഇത് സമ്മതിക്കണം. എന്റെ ആവശ്യം അതാണ്. നോക്കിയിരുന്നോ? അതാണ് തെക്ക്. നിയമ നടപടികളിലേക്ക് പോവുകയാണെങ്കിലും അദ്ദേഹം വീട്ടിലിരിക്കേണ്ടവർ, അദ്ദേഹം വീട്ടിലിരിക്കരുത്. അദ്ദേഹം ജോലിയിൽ തുടരണം. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്ത് ചേഞ്ച് അത്? കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മാന്യത എങ്ങനെ മറ്റുള്ളവരോട് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇനി പഠിക്കും. എന്താണ് ബുദ്ധി ഈ തലവെളി കാണിച്ച് അടക്കല്ല പണ്ടാണ്. ഇതുവരെയും യദു പറഞ്ഞു യദുവിന് ഓർമ്മയില്ലെന്ന്. MVD എവിടെയാണ്? MVDക്ക് ഓർമ്മയില്ലാതിരിക്കും. നിങ്ങളെ കാണിച്ചൊട്ടും ശരിയായില്ല. എനിക്ക് നല്ല സൈബർ ബുള്ളിങ് ഉണ്ട്, നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ട്, എനിക്ക് നല്ല ഭീഷണിയുണ്ട്. അയ്യടാ, അത്രക്ക് ദാരിദ്ര്യമുള്ളൊന്നും ഈ നാട്ടിലില്ല. അന്ന് MVD അടക്കം സ്ഥലത്തുണ്ടായിരുന്നു പറഞ്ഞു. അന്നൊരു പരാതിയിലേക്കൊന്നും പോവാത്തത് എന്തായിരുന്നു? നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടെ വരെയൊക്കെ കയറി ചിന്തിച്ചത്? ഓൾറെഡി ഞാൻ ലേറ്റ് ആയി. അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അത് മറക്കുമായിരുന്നോ അതോ അതിനെ പിറകെ പോകാൻ തുനിഞ്ഞില്ല എന്നാണ്? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ പറ്റുള്ളൂ. നിയമ നടപടി എന്നത് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ. എല്ലാ വിഷമമാണ്. സന്തോഷായി എനിക്ക്. പാവാൻ ഒരു സാധു ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ് എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നുമോനെ. ഗൈസ്, അപ്പോ നമ്മുടെ റോഷന പറയണ കാര്യങ്ങൾ കേട്ടില്ലേ? കേസുമായി പുറകോട്ട് പോകുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഉണ്ടായ സംഭവം ഫേസ്ബുക്കിലൂടെ പറഞ്ഞതാണ്. കേസുമായി മുന്നോട്ട് പോയാൽ ചിലപ്പോ പെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. പിന്നെ മാത്രമല്ല, MVD ഉണ്ടല്ലോ, MVDയോട് ചോദിക്കായിരുന്നില്ലേ? അപ്പൊ അന്ന് അത് എന്താ ചെയ്യാ? ആങ്കറുടെ ചോദ്യം പുള്ളിക്കാരിയെ ഒന്ന് മൗനം ആക്കിയിട്ടുണ്ട്. എന്തായാലും എന്താ പറയാ, ഈ ട്രോളൊക്കെ കണ്ട് സീരിയസ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ട്രോളുകള് അത് ട്രോളായിട്ട് വരുമ്പോൾ അത് മനസ്സിന് വളരെ കുളിര് കോരുന്നതാണ്. എന്തായാലും ഈ റോഷ്ന എന്ന് പറയുന്ന നടിയെ ഒരുപാട് പേർക്ക് കമന്റ്സിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഏതാണ് ഈ നടി? എന്തായാലും ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് അങ്ങനെ ഒരു നടി ഉണ്ട് എന്ന് ചിലപ്പോൾ ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം. അവര് ആഗ്രഹിച്ചത് അത് തന്നെയാണ്. ഇങ്ങനെ ഒരാളുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സമീപിക്കാം. നമ്മളൊക്കെ ആരറിയാം? നമ്മളൊക്കെ ഇനി എന്ന് ഫേമസ് ആവാൻ അറിയില്ല, എന്തെങ്കിലുമൊക്കെ വരെയായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.